എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളുടെ LDC 2024 എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയുടെ വിശദമായ അനാലിസിസ് ലാസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്, പാർട്ട് 4. ആദ്യത്തെ 3 പാർട്സ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 70 ക്വസ്റ്റ്യൻസോളം ആ ഒരു 3 പാർട്ടിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഫുള്ള് കവർ ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം 71ാമത്തെ മാത്സ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഒരു പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കും ആണെങ്കിൽ 72 രൂപയും എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേനയുടെ വില എക്സും ഒരു പെൻസിലിന്റെ വില എക്സും ഒരു പേനയുടെ വില വൈയും ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം 3 പെൻസിലിനും 4 പേനയ്ക്ക് 66 രൂപ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ. ഒരു പെൻസിലിന് എക്സ് ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3x പ്ലസ് ഒരു പേനയ്ക്ക് y രൂപയാണ്. അപ്പോൾ 4y is equal to 66. അത് ആദ്യത്തെ ഇക്വേഷൻ. ഇനി അടുത്തത് പറയുന്ന 6 പെൻസിലിനും 3 പേനയ്ക്ക് 72 രൂപ. അപ്പം എന്ത് വരും? 6x plus 3y is equal to 72. അങ്ങനെ വരും. അപ്പം 2 ഇക്വേഷൻ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ കാൽക്കുലേഷൻ ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ എക്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യൻസ് സെയിം ആക്കുക, അല്ലെങ്കിൽ വൈൻ്റെ കൂടെയുള്ളത് സെയിം ആക്കുക. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഇക്വേഷനെ ഫുള്ള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 6x എന്നാവും ആദ്യത്തെ ടേം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ്റെയും എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആകുമ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇക്വേഷൻ 1നെ നമ്മൾ ഫുള്ളായിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും? 2 × 3x plus 4y is equal to 66 ചെയ്യുമ്പോൾ 6x plus 8y is equal to 132 എന്ന് പറയുന്ന മൂന്നാമതൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ മൂന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനുമാണ് നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 6x minus 6x plus 8y minus 3y is equal to 132 minus 72 എന്ന് വരും. 6xും 6xും ക്യാൻസൽ ആയി പോകും. ബാക്കി 8y minus 3y 5y വരും, ഈക്വൽ ടു 132 minus 72 എന്ന് പറയുമ്പോൾ 60 വരും. അപ്പോൾ 5y is equal to 60 എന്നാവും ആ ഇക്വേഷൻ ഫൈനലി. ഇനി അതിൽ നിന്ന് y കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മൾട്ടിപ്ലിക്കേഷനിലുള്ള 5 അപ്പുറത്തോട്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ y is equal to 60/5 എന്ന് വരും. 60/5 എത്രയാണ്? 12. അപ്പോൾ വൈയുടെ വാല്യൂ 12. y എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്? ഒരു പേനയുടെ വിലയാണ് y ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതും, പേനയുടെ വില എത്രയാണെന്ന്. ഒരു പേനയുടെ വില. അപ്പോൾ ആൻസർ 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തീവണ്ടിയിൽ 360 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ്? അപ്പോൾ ഇത് നമുക്ക് ഒരു ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വേഗത എന്ന് പറയുന്നത് എന്താണ്? ദൂരം ബൈ സമയമാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഇതിൽ അത് ആ ഒരു ബേസിക് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ സമയം തന്നിരിക്കുന്നത് 4 മണിക്കൂർ 30 മിനിറ്റ് ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ മണിക്കൂറിലേക്ക് മാറ്റുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് മാത്രമാണ് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ദൂരം ഇവിടെ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് 360 കിലോമീറ്റർ ആണ്. പിന്നെ സമയം തന്നിരിക്കുന്നത് 4 മണിക്കൂർ 30 മിനിറ്റ് ആണ്. അപ്പോൾ ഈ 30 മിനിറ്റിനെ നമുക്ക് മണിക്കൂറാക്കുമ്പോൾ 30/60 എന്നുള്ളത് രീതിയിൽ എഴുതുമ്പോൾ 1/2 അല്ലെങ്കിൽ അര മണിക്കൂറാണ് ഈ 30 മിനിറ്റ്, അരമണിക്കൂർ. ഇത് ഞാൻ ഇങ്ങനെ 30/60 എന്നൊക്കെ കാണിച്ച് ചിലപ്പോൾ എപ്പോഴും 30 മിനിറ്റ് തന്നെ ആവണമെന്നില്ല. വില 45ഓ വില 15ഓ അങ്ങനെ, അല്ലെങ്കിൽ വില 20ഓ അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ കാണിച്ചതെന്നാണ്. മിനിറ്റിനെ അവറിലേക്ക് ആക്കി മാറ്റാനായിട്ട് ആ മിനിറ്റ് ബൈ 60 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അതിൽ വെട്ടിച്ചെറുതാക്കാനുള്ളതൊക്കെ വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ മിനിറ്റിന്റെ കൃത്യമായിട്ടുള്ള അവറിലുള്ള വാല്യൂ. അപ്പോൾ വേറെ ഏതെങ്കിലും മിനിറ്റ് വന്നാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് 30 മിനിറ്റ് അരമണിക്കൂറാണെന്നുള്ള കാര്യം. അത് ഞാൻ ജസ്റ്റ് അവിടെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 4.5 മണിക്കൂറാണിത്. ഈ 4.5 മണിക്കൂർ എന്നുള്ളതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? 4 × 2 8, 8 പ്ലസ് 1 9. 9/2 മണിക്കൂർ ടോട്ടൽ നമുക്ക് എടുക്കാം. 4.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 9/2 അല്ലെങ്കിൽ 9/2 മണിക്കൂർ എന്നുള്ള ടൈം നമുക്ക് എടുക്കാം. അപ്പോൾ അത് മൊത്തം
അവറിലേക്ക് മാറി, മണിക്കൂറിലേക്ക് മാറി സമയം. എന്നിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിടക്കുന്നത് കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. അപ്പൊ അത് ഫുൾ മണിക്കൂറിൽ മാറ്റിയാലാണ് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇനി നമ്മുടെ ബേസിക് ഇക്വേഷൻ ആയിട്ടുള്ള എന്താണ് വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം, അഥവാ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിസ്റ്റൻസ് 360 ബൈ ടൈം 9/2. അപ്പൊ ഇങ്ങനെ രണ്ട് ഡിവിഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ള താഴെയുള്ള ആ ഒരു 9/2 നമ്മൾ വ്യുൽക്രമം എടുത്തിട്ട് ഗുണിക്കണം, അഥവാ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 360 ഡിവിഷൻ മാറി ഇൻറ്റു ആവും. 9/2 എന്നുള്ളത് 2/9 അപ്പൊ 360 ഇൻറ്റു 2 ഹോൾ ഡിവൈഡഡ് ബൈ 9 എന്നാവും. 360 ഇൻറ്റു 2 720, 720/9 80 കിലോമീറ്റർ പെർ അവർ, അഥവാ 80 കിലോമീറ്റർ പെർ മണിക്കൂറാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ വരിക, ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് ഏത്? 2/5, 7/10, 3/4, 2/1. ഇപ്പൊ ഇത് ഡയറക്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, അംശം വലുതും ഛേദം ചെറുതുമായിട്ടുള്ളത് ആയിരിക്കും ഏറ്റവും വലുത്. അപ്പൊ ഇതിലിപ്പോ 2/1 എന്ന് പറയുന്നത് ആണ് അംശം വലുതും ഛേദം ചെറുതായിട്ടുള്ളത്. അപ്പൊ അതൊരെണ്ണം മാത്രമേ അങ്ങനെയുള്ളൂ, 2 എന്നുള്ള വാല്യൂ. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ അത്. ബാക്കിയൊക്കെ പോയിന്റ് വരുന്നു. 2/5ഉം 7/10ഉം 3/4 ഒക്കെ പോയിന്റ് വരും. അപ്പൊ ജസ്റ്റ് ഞാനിവിടെ താഴെ എഴുതിയെന്നേ ഉള്ളൂ. 2/5 എന്ന് പറഞ്ഞാൽ 0.4 ആണ്, 7/10 എന്ന് പറഞ്ഞാൽ 0.7, 3/4 എന്ന് പറഞ്ഞാൽ 0.75, പിന്നെ 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഇതൊന്നും പോയിന്റ് ഒന്നും ആക്കേണ്ട കാര്യമില്ല, അല്ലാണ്ട് വെറുതെ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതുള്ളതിൽ 2/1 ആണ് ഹോൾ നമ്പർ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ് വരിക. 0 പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ് വരിക, കാരണം ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പൊ എന്തായാലും 0 പോയിന്റ് സംതിങ്ങിനെ വരുള്ളൂ. അപ്പൊ ആദ്യത്തെ 3ഉം ചെറുതാണ്, ലാസ്റ്റ് വരുന്ന 2/1 ആണ് ഏറ്റവും വലുത് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരിക. നെക്സ്റ്റ്, വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റൈൻ ആണ് ചേർത്തത്. 32 ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ടർപ്പന്റൈൻ ചേർക്കണം? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 24 ലിറ്റർ പെയിന്റിന്റെ കൂടെ 3 ലിറ്റർ ടർപ്പന്റൈൻ വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 32 ലിറ്ററിന് എത്ര ടർപ്പന്റൈൻ വേണം എന്നാണ് ചോദ്യം. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഈ 24 ലിറ്ററിന് 3 ലിറ്റർ ടർപ്പന്റൈൻ എന്ന് പറയുന്ന ആ ഒരു കണക്ഷനിൽ നിന്ന് 1 ലിറ്റർ പെയിന്റിന് എത്ര ടർപ്പന്റൈൻ വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ 32 ലിറ്ററിന് എത്ര വേണം എന്നുള്ളത് ആ ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. 24 ലിറ്റർ പെയിന്റിന് 3 ലിറ്റർ ടർപ്പന്റൈൻ. ഇനി അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ പെയിന്റിന് എത്ര വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 24 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ ഡിവിഷൻ ആയിട്ട് എടുക്കും. അപ്പോൾ 3/24. 3/24 എന്ന് പറയുമ്പോൾ 3യും 24ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1/8 എന്ന് പറയും. അതായത് 1 ലിറ്റർ പെയിന്റിന് 1/8 ലിറ്റർ ടർപ്പന്റൈൻ ആണ് വേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1 ലിറ്റർ പെയിന്റിന് വരെ നമ്മുടെ അടുത്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 32 ലിറ്റർ ആണ്. അപ്പൊ 1ന് 32 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 32 ആവുന്നത്. 32 ലിറ്റർ പെയിന്റിന് എത്ര വേണമെന്ന് അറിയാൻ അപ്പുറത്തെ സൈഡിലും 1/8ന് 32 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 32 ഇൻറ്റു 1/8. അപ്പൊ 32 ഇൻറ്റു 1 32, 32/8 4. 32 ലിറ്റർ പെയിന്റിന് 4 ലിറ്റർ ടർപ്പന്റൈൻ ആണ് വേണ്ടി വരിക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ്, 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആദ്യം 4 വർഷം മുമ്പത്തെ കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് 4 വർഷം മുമ്പത്തെ രാമുവിന്റെ വയസ്സ് എക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് 4 വർഷം മുമ്പുള്ള റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങ്. അപ്പൊ രാമുവിന്റെ പ്രായം അറിഞ്ഞാലാണ് അതിൽ നിന്ന് റഹീമിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 4 വർഷം മുമ്പത്തെ രാമുവിന്റെ പ്രായം എക്സ് ആക്കിയിട്ട് എടുത്താൽ ആ പ്രായത്തിന്റെ 3 മടങ്ങാണ് 4 വർഷം മുമ്പുള്ള റഹീമിന്റെ പ്രായം. അപ്പൊ ഏജ് ഓഫ് റഹീം 4 ഇയേഴ്സ് ബിഫോർ. 4 വർഷം മുമ്പത്തെ റഹീമിന്റെ വയസ്സ് അപ്പൊ എത്രയായിരിക്കും? 3x ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. 4 വർഷം മുമ്പത്തെ രാമുവിന്റെ പ്രായം നമ്മൾ എക്സ് ആക്കി എടുത്താൽ 4 വർഷം മുമ്പുള്ള റഹീമിന്റെ പ്രായം 3x ആയിരിക്കും. ഇനി അടുത്ത് പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാവും. 2 വർഷം കഴിയുമ്പോൾ ഈ 4 വർഷം മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. അപ്പോ 4 വർഷം മുമ്പ് എക്സ് ആയിരുന്നു ഏജെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടിയിട്ടുണ്ടാവും 2 പേർക്കും.
അപ്പൊ 2 വർഷം കഴിയുമ്പോൾ രാമുവിന്റെ ഏജ് എത്രയായിരിക്കും? എക്സ് ആയിരുന്നതിന്റെ കൂടെ 2 കൂട്ടണം, എക്സ് പ്ലസ് 2 ആയിരിക്കും. റഹീമിന്റെ ഏജ് എത്രയായിരിക്കും? 3x+2 ആയിരിക്കും. അപ്പൊ 2 വർഷത്തിന് ശേഷമുള്ള കേസിൽ രണ്ടുപേരുടെ ഏജ് ഒന്ന് നമ്മൾ എഴുതി വെച്ചു. ആഫ്റ്റർ 2 years ഏജ് ഓഫ് റാം x+2ഉം ഏജ് ഓഫ് റഹീം 3x+2 ആയിരിക്കും. ഇപ്പൊ ഇവര് പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ ഇത് ഈ റിലേഷൻ നേരത്തെ 3 മടങ്ങായതിനു പകരം ഇപ്പൊ 2 മടങ്ങാവും എന്നാണ് പറയണത്. അതായത് റഹീമിന്റെ പ്രായം എന്ന് പറയുന്നത് റാമിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും എന്നാണ് പറഞ്ഞത്. അപ്പൊ റഹീമിന്റെ പ്രായം 2 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത് എഴുതി വെച്ചേക്കണത്? 3x+2. അതെന്ന് പറയണത് രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. അപ്പൊ രാമുവിന്റെ പ്രായം x+2, അതിന്റെ 2 മടങ്ങ്. അപ്പൊ 2 × x+2 എന്നാണ് ആ ഒരു കണക്ഷൻ വരിക. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 3x+2 = 2 × x+2. ഇനി അത് കാൽക്കുലേഷൻ ചെയ്തെടുത്താൽ മതി. ആദ്യം 2നെ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 2x+4 എന്ന് വരും. പിന്നെ എക്സുകളൊക്കെ ഒരുമിച്ചാക്കുക, നമ്പേഴ്സ് ഒക്കെ ഒരുമിച്ചാക്കുക. അപ്പൊ 3x - 2x = 4 - 2. 3x - 2x വരും, 4 - 2 2 വരും. അപ്പൊ എക്സിന്റെ വാല്യൂ 2 കിട്ടി. 2 എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? 4 വർഷം മുമ്പത്തെ രാമുവിന്റെ വയസ്സാണ് എക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. 4 വർഷം മുമ്പാണ് 2 വയസ്സ്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായിട്ടുണ്ടാവും? 4 വയസ്സും കൂടി കൂടിയിട്ടുണ്ടാവും. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് റാം എത്രയാണ് വരിക, അല്ലെങ്കിൽ രാമു എത്രയാണ് വരിക? x+4 അഥവാ 2+4 എന്ന് വരും. അതായത് 6 വയസ്സാണ് ഇപ്പോ രാമുവിന്റെ വയസ്സ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 6 വയസ്സാണ് ഇപ്പോ രാമുവിനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മാർക്ക് PUDNുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അതിൽ റിലേഷൻ കണ്ടുപിടിക്കാം. നോക്കുക നിങ്ങള്, എം കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ ആണ് പി വരുന്നത്. NOP. പി മൂന്നാമത്തെ ലെറ്റർ ആണ്. എ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ ഡി, ആർ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ യു, കെ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ എൻ. അങ്ങനെയാണ് ആ റിലേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് SCOR നോക്കുകയാണെങ്കിൽ എസ് കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ വി, സി കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ എഫ്, ഒ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ ആർ കഴിഞ്ഞ് മൂന്നാമത്തെ ലെറ്റർ യു. അപ്പൊ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. SCOR റിലേറ്റ് ചെയ്തിരിക്കുന്നത് VFRU ആയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5. ഇതില് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സിന്റെ ഒരു കേസാണ് മനസ്സിലാവുന്നത്. 2ഉം 3ഉം 5ഉം 2ഉം 3ഉം 5ഉം അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് ആണ്. 4 പ്രൈം നമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി 4 ആണ് വരുന്നത്. പിന്നെ ഈ 2നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2 എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രൈം നമ്പറും അതുപോലെ തന്നെ ഇരട്ടസംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ, ഇരട്ടസംഖ്യ ആയിട്ടുള്ള ഒരേ ഒരു അഭാജ്യ സംഖ്യ കൂടിയാണ് 2. അപ്പൊ അത് സ്പെഷ്യൽ ആയിട്ടൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏത്? അപ്പൊ 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എക്സും വൈയും ആയിട്ട് നമ്മൾ അതിനെ എടുത്തു. അതിൽ പറയുന്നത് ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള വൈയുടെ 5 ഇരട്ടി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5y ആയിട്ട് നമുക്ക് എടുക്കാം. 2 സംഖ്യകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 96 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സും വൈയും ആഡ് ചെയ്തു. x+y 96 ആണ്. നമുക്ക് ഓൾറെഡി എക്സ് എന്ന് പറയുന്നത് 5y ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എക്സിന്റെ ഭാഗത്ത് 5y എന്ന് കൊടുക്കാം ആ ഇക്വേഷനിൽ. അപ്പൊ 5y + y = 96. 5y + y എത്രയാ? 6y = 96. ഇനി 6 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ y = 96/6 എന്ന് വരും. എത്രയാണ്? ഡിവിഷൻ ചെയ്യുമ്പോൾ 16 കിട്ടും. അപ്പൊ വൈയുടെ വാല്യൂ 16. അപ്പൊ ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത്. ചെറിയ സംഖ്യ y ആണ്. വൈന്റെ കൂടെ 5 ഗുണിച്ചാലാണ് എക്സ് ആവുള്ളൂ. അപ്പൊ ചെറുത് എക്സ് ആണ്, ചെറുത് y ആണ്. അപ്പൊ ആൻസർ എത്രയാണ് വരിക? 16 ആണ് ഉത്തരം. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ്? ഇത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആ ഒരു ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ, പിന്നെ റൈറ്റും ലെഫ്റ്റും നോക്കാൻ അറിയാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യം പറയുന്നത്, ഒരാൾ വീട്ടിൽ നിന്ന് 300 മീറ്റർ തെക്കോട്ട് നടന്നു. അപ്പൊ ഞാൻ അവിടെ ഹോം എന്ന് എഴുതിയിട്ട് ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ടിട്ടുണ്ട്.
അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് കരുതുക. തെക്കോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സൈഡിലെ ആ ഡയറക്ഷൻ നോക്കി കഴിഞ്ഞാൽ തെക്കോട്ട് എന്ന് പറഞ്ഞാൽ താഴെയോട്ടാണ് നമ്മൾ മാർക്ക് വരുന്നത്. അപ്പോൾ അത് 300 മീറ്റർ താഴേക്ക് അഥവാ തെക്കോട്ടേക്ക് നടന്നു. അതിനുശേഷം അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അപ്പൊ ഇടത്തോട്ട് തിരിയുന്ന മാർക്ക് ചെയ്തിട്ട് 100 മീറ്റർ നടന്നു. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നിന്ന് 100 മീറ്റർ നടന്ന ആ പോയിന്റിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ നടന്നു. അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ ആ പോയിന്റ് അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും അദ്ദേഹം വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നു. അപ്പൊ ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത് അവിടെയാണ്. അത് നമ്മൾ പിന്നെ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ചോദിച്ചിരിക്കുന്നത് തുടങ്ങിയ വീട്ടിൽ നിന്ന് ഇപ്പൊ ലാസ്റ്റ് എത്തിയ പോയിന്റിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നാണ്. അപ്പൊ ആദ്യം തുടങ്ങിയ വീട്ടിൽ നിന്ന് ഒരു രേഖ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പകുതി വരെ 300 മീറ്റർ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പ് വരുന്നത് ആ സൈഡിൽ നോക്കിയാൽ 200 മീറ്റർ തന്നെയാണ് ഇവിടെ ആ ഒരു ഗ്യാപ്പ് വരിക. അപ്പൊ അത് 200 മീറ്റർ. അപ്പൊ 300 200 കൂട്ടുമ്പോൾ ടോട്ടല് 500 മീറ്റർ ആണ് വീട്ടിൽ നിന്നുള്ള ദൂരം. ഇത് ഡയറക്ഷൻ വരുന്നത് ഇപ്പോഴും ഫൈനലി അത് ആ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഇപ്പൊ അവസാനം എത്തി നിൽക്കുന്നത്? തെക്ക് ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ദിശ വരുന്നത്. അപ്പോൾ 500 മീറ്റർ തെക്ക് ഭാഗത്തായിട്ടാണ് വീട്ടിൽ നിന്ന് ആള് നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മാത്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്കിലെ സമയം 5:10 അഥവാ 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും? അപ്പോൾ ക്ലോക്കിൽ 5:10 ആണെങ്കിൽ പ്രതിബിംബത്തിലെ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഷോർട്ട് കട്ട് പഠിക്കുന്നതാണ്. അങ്ങനെ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാനായിട്ട് 12 മണിക്ക് താഴെയുള്ള ഒരു സമയമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11.60 ഇത് കുറയ്ക്കണം. അപ്പൊ 11.60 നിന്ന് 5:10 കുറയ്ക്കുകയാണെങ്കിൽ 6.50 6:50 വരും. അതാണ് കറക്റ്റ് ആൻസർ വരിക. ഇനിയിപ്പോ 12 മണിക്ക് മേലെയുള്ള ഒരു സമയമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ കുറയ്ക്കേണ്ടത് എത്രയാന്നാ? 23:60 എന്നാണ്. 23.60 എന്നാണ് ഇത് കുറയ്ക്കേണ്ടത്. ഓക്കെ, ഇവിടെ 12 മണിക്ക് ശേഷമുള്ള ഒരു സമയത്തിന്റെയാണ് പ്രതിബിംബത്തിലെ സമയം ചോദിച്ചിരിക്കുന്നത്, അതായത് 5:10. അപ്പൊ നമ്മൾ 11.60 ആ സമയം കുറച്ചാൽ അതായിരിക്കും പ്രതിബിംബത്തിലെ സമയം. അത് 6:50 കിട്ടി. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് 12 മണിക്ക് മുകളിലുള്ള ഒരു സമയമാണ്. നിങ്ങൾ കുറയ്ക്കാനായിട്ട് ചൂസ് ചെയ്യേണ്ട 11.60 എന്ന് പറഞ്ഞ വാല്യൂവിന് പകരം ചൂസ് ചെയ്യേണ്ടത് 23.60 ആണ്. ഓക്കെ, 23.60 അതിൽ നിന്ന് വേണം തന്നിരിക്കുന്ന സമയം കുറയ്ക്കാൻ. അതായിരിക്കും പ്രതിബിംബത്തിലെ സമയം. അപ്പൊ അത് പറഞ്ഞു എന്നുള്ളൂ. വേറെ ഏതെങ്കിലും എക്സാമിന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ വെച്ച് കുറയ്ക്കരുത്. സമയം ശ്രദ്ധിക്കണം. 12 മണിക്ക് മുമ്പോ ശേഷമോ എന്നുള്ളത് നോക്കണം. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഹി കെയിം എയർലി ഡാഷ് യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ആൻസർ ഡിഡിൻറ്റ് ഹി എന്നാണ് വരുന്നത് ക്വസ്റ്റ്യൻ ടാഗ്. ഹി കെയിം എയർലി, ഡിഡിൻറ്റ് ഹി. ആൻസർ ഓപ്ഷൻ സി. ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രോജക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി. ഐ വുഡ് കംപ്ലീറ്റ് എന്നാണ് വരിക. ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ആൻസർ വാസ് ആണ് വരുന്നത്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് വിത്ത് മീ യെസ്റ്റർഡേ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരിൽ ഒരാളേ ഉള്ളൂ. അപ്പൊ വാസ് ആണ് വരിക. യെസ്റ്റർഡേ അതുകൊണ്ട് വാസ് വരും. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് വിത്ത് മീ യെസ്റ്റർഡേ. നെക്സ്റ്റ്, ഐ ആം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഓൺ അസ് ആണ് വരുന്നത് കറക്റ്റ് പ്രപ്പോസിഷൻ. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. ചേഞ്ച് ദ സ്പീച്ച്. ആൻസർ ഓപ്ഷൻ സി വരും. ദേ സെഡ് ദാറ്റ് they had arrived late. അതാണ് കറക്റ്റ് സ്പീച്ച് വരിക. വിച്ച് ഇസ് ദ സിനോണിം ഫോർ ദ വേർഡ് റിസംബ്ലൻസ്. റിസംബ്ലൻസ് പറഞ്ഞ സിമിലാരിറ്റി ആണ് വരുന്നത്. ഓപ്ഷൻ എ. ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയം എ പീസ് ഓഫ് കേക്ക്. ആൻസർ ഓപ്ഷൻ ഡി. വെരി ഈസി ടാസ്ക്. അതായത് വളരെ ലഘുവായിട്ടുള്ള ഒരു പ്രവർത്തിനെയാണ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഇസ് കോൾഡ് എ ട്രൂപ്പ് എന്നാണ് പറയാ. ഗ്രൂപ്പ് ഓഫ് മങ്കീസിനെ ട്രൂപ്പ് എന്നാണ് പറയാ. The fear of dark is known as നൈറ്റോഫോബിയ എന്നാണ്. ഇരുട്ടിനെ ഭയം അല്ലെങ്കിൽ രാത്രിനെയുള്ള ഭയത്തിന് നെക്ടോഫോബിയ എന്നാണ് പറയാ. റൈറ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. കാലിഗ്രഫി. ആൻസർ ഓപ്ഷൻ ബി. മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ഓപ്ഷൻ ബി. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. ഓപ്ഷൻ എ. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1ഉം 2ഉം ശരിയാണ്. ഏതൊക്കെയാണ്? കുതികാൽ വെട്ടുക എന്നാൽ വഞ്ചിക്കുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്, ഉയർച്ച തടയുക എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ആൻസർ ഓപ്ഷൻ ബി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്. വൈദ്യർ ആണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആദരാഞ്ജലി ആണ് തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം അർവാചീനം എന്നാണ്. ആൻസർ ഓപ്ഷൻ സി. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ആൻസർ ഓപ്ഷൻ ഡി ആണ്. നിധനം. നിധനമാണ് മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം. ആൻസർ ഓപ്ഷൻ എ. പാദമാകുന്ന പങ്കജമാണ് പാദപങ്കജം എന്ന് പറയുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, അല്ലെങ്കിൽ പയ്യെ തിന്നാൽ പനയും തിന്നാം. അതും ആപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി വരും. അടുത്തത് ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം. ആൻസർ ഓപ്ഷൻ സി. കടപ്പുറം ആണ് വരിക. ബാക്കിയൊക്കെ തെറ്റാണ്. സി ആണ് വരിക, കടപ്പുറം. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ഇന്ന് കംപ്ലീറ്റ് ആവാണ്. അപ്പൊ ഈ ഒരു ഡിസ്കഷൻ സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളിൽ സ്ട്രെസ് ചെയ്ത് അടുത്ത എക്സാം എഴുതാൻ പോകുന്നവർ നന്നായിട്ട് നോക്കി പഠിക്കുക. അത് ഉറപ്പായിട്ടും ആ ഏരിയയിൽ നിന്നൊക്കെ എന്തായാലും ചോദ്യം ഉണ്ടാവും. ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, അങ്ങനെ പിന്നെ പോസ്കോ ആക്ട്, അങ്ങനെ കുറച്ച് ആക്ടുകൾ കൂടുതലായിട്ട് പൊളിറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ കുറെ ചോദിച്ച് ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് LDC എക്സാമിന് കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഏരിയയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഇനി എക്സാം ഉള്ളവര്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.